ബാറ്റിൽ ഓഫ് പോക്രോവസ്ക് ഏകദേശം 2 വർഷമായി ഈ ഒരു ടോപ്പിക് തുടരുന്നുണ്ട്. നമ്മളും ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. പോക്രോവസ്കിനെ റഷ്യ എൻസർക്കിൾ ചെയ്യുന്ന ഒരു പദ്ധതിയിലുണ്ട്, എൻസർക്കിൾ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷെ വളരെ എളുപ്പത്തിൽ അവസാനിക്കേണ്ട ആ ഒരു യുദ്ധം, ബാറ്റിൽ ഓഫ് പോക്രോവസ്ക് എന്നത് വളരെ നീണ്ടുപോയി. അതിന് കാരണം അവിടെയുള്ള ഉക്രൈൻ്റെ റെസിസ്റ്റൻസ് ആയിരുന്നു. മാത്രവുമല്ല, പോക്രോവസ്കിന് ഈക്വലായി തന്നെ റഷ്യ അവരുടെ ബാറ്റിൽ ഫ്രണ്ട് മുന്നോട്ട് കൊണ്ടുപോയി. അടുത്തിടെയായി റഷ്യക്ക് ഈ യുദ്ധകളത്തിൽ വലിയ രീതിയിലുള്ള വിജയം, അതായത് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വലിയ ടൗൺ അല്ലെങ്കിൽ ഒരു വലിയ നഗരമൊന്നും അവരുടെ കൺട്രോളിലേക്ക് വന്നില്ല. എന്നാൽ ഇവയെല്ലാം ബ്രേക്ക് ചെയ്യുന്ന തരത്തിൽ ദ സിറ്റി ഓഫ് പോക്രോവസ്ക് ഏകദേശം റഷ്യൻ കൺട്രോളിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം അല്ല, പോക്രോവസ്ക് വീണു എന്ന് തന്നെ പറയാം. ഇത് പറഞ്ഞത് നമ്മൾ മാത്രം അല്ല, സെലൻസ്കി തന്നെ സമ്മതിച്ചു. ബാറ്റിൽ ഓഫ് പോക്രോവസ്ക് വളരെ തീവ്രമായി നടക്കുകയാണ്. 10 ഉക്രൈൻ സൈനികരുണ്ടെങ്കിൽ അവർക്ക് എതിരെ 70-80 റഷ്യൻ സൈനികരുണ്ട്. വളരെ മോശമായ ഒരു യുദ്ധമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു. ഇതിനെക്കുറിച്ചും കൂടാതെ പ്രധാനമായും 3 ലക്ഷം സൈനികരെ റിസർവിൽ നിന്നും ഈസ്റ്റേൺ ഫ്രണ്ടിലേക്ക് അയക്കാനായി പുടിൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഡുഷ്കിവ്ക, കോസ്റ്റ്യാന്റിവ്ക, പോക്രോവസ്ക്, ഇവ മൂന്നും വളരെ 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 പ്രധാനപ്പെട്ട സ്ഥലമാണ്. എന്തുകൊണ്ടാണ് ഇവ പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഫോർട്രസ് ബെൽറ്റ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റോഡ് ഘടനയുണ്ട്. ഫോർട്രസ് ബെൽറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രാറ്റജിക്കൽ ടൗൺസിനെ കണക്ട് ചെയ്യുന്ന, ഈ 3 ടൗൺസിനും ഇടയിലൂടെ പോകുന്ന ഏകദേശം 51 കിലോമീറ്റർ നീളമുള്ള ഒരു പ്രധാനപ്പെട്ട റോഡ് നെറ്റ്വർക്കാണ്. കൂടാതെ ഒരു റെയിൽ നെറ്റ്വർക്കുമാണ്. ഉക്രൈനെ കുറിച്ചുള്ള ചില ഇമേജസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വഴിയിലുടനീളം അവരുടെ ഈ മിലിറ്ററി കോൺവേ പോകുന്ന വഴികളിലെല്ലാം, അവർ ഡെയിലി ലോജിക്സ് യൂസ് ചെയ്യുന്ന വഴികളിലെല്ലാം ആന്റി ഡ്രോൺ നെറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കല്യാണത്തിന്റെ ഫംഗ്ഷൻസിനൊക്കെ റോഡ് എൻട്രൻസ് മുതൽ മണ്ഡപം വരെ അല്ലെങ്കിൽ അവരുടെ വീട് വരെയും ആർച്ച് പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാകും. തുണി ഉപയോഗിച്ചോ പൂക്കൾ ഉപയോഗിച്ചോ ആർച്ച് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ ഈ സ്റ്റീൽ നെറ്റ്സ് റോഡിന് ചുറ്റും ഉക്രൈൻ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം റഷ്യയുടെ ഡ്രോണുകളെ, FPV ഡ്രോണുകളായിക്കോട്ടെ, അത് മുകളിൽ അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. ഈ നെറ്റോട് കൂടി അതിന്റെ ഇമ്പാക്റ്റ് അവസാനിക്കണം. അകത്തേക്ക് ട്രാവൽ ആകുന്ന ഉക്രൈൻ മിലിറ്ററി കോൺവോയ്ക്ക് ഇത് കാരണം യാതൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഇത് ഉക്രൈന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്. അവർക്ക് അതിൽ ഒരുപാട് ഫലവും ലഭിച്ചിട്ടുണ്ട്. ഇതുവരെയും ഫോർട്രസ് ബെൽറ്റിൽ കൂടുതലായും ഏതൊരു വാഹന നഷ്ടവും റഷ്യ കൊണ്ട് അവിടെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. 2 ഇടങ്ങളിൽ അവരുടെ മിസൈൽ സ്ട്രൈക്ക് നടന്നു. അതിൽ ആ ഒരു പ്രദേശത്ത് മാത്രമാണ് ഇമ്പാക്റ്റ് ഉണ്ടായത്. അതും പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായ പ്രശ്നം ഉക്രൈൻ ശരിയാക്കുകയും ചെയ്തു. അപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യ ഉക്രൈൻ ഈ മിലിറ്ററി കോൺവോയ്ക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അവിടെ പൂർണ്ണമായും പരാജയപ്പെട്ടു. അതും ഈ 51 കിലോമീറ്റർ ആന്റി ഡ്രോൺ നെറ്റ്സുകളെല്ലാം സജ്ജീകരിച്ചപ്പോൾ റഷ്യയുടെ തന്ത്രമെല്ലാം പൂർണ്ണമായും പരാജയപ്പെട്ടു. ഈ ഫോർട്രസ് ബെൽറ്റ് പദ്ധതിക്ക് കീഴിൽ 51 കിലോമീറ്റർ മാത്രമല്ല വരുന്നത്. ഈസ്റ്റേൺ പ്രദേശങ്ങളെ വെസ്റ്റേൺ പ്രവിശ്യയുമായി ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 111-ലധികം ക്രിട്ടിക്കൽ ജംഗ്ഷൻസ്, ഇവയെല്ലാം ഈ ഫോർട്രസ് ബെൽറ്റ് കണക്ട് ആകുന്നുണ്ട്. 2014 ശേഷം ഉക്രൈൻ ഈ ഒരു പദ്ധതിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് 51 കിലോമീറ്ററിൽ അവർ ആന്റി ഡ്രോൺ നെറ്റ്സ് എല്ലാം സ്ഥാപിച്ചത്. ഇത് പൂർണ്ണമായും അവർക്ക് ചെയ്ത് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 4000 കിലോമീറ്റർ ഓഫ് റോഡ് നെറ്റ്വർക്ക്സ് ഉണ്ട്. കീവിൽ നിന്നും ഈസ്റ്റേൺ പ്രദേശങ്ങളെ കണക്ട് ചെയ്യുന്ന രീതിയിൽ മാത്രം ഇവർക്കിത് നിർമ്മിക്കണം. എന്നാൽ ഈ യുദ്ധം തീവ്രമായി നടക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു പ്രോജക്റ്റ് ഇവർക്ക് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഈ 51 കിലോമീറ്ററിൽ മാത്രം ഉക്രൈനെ കൊണ്ട് ഇത്ര വലിയൊരു പ്രൊട്ടക്ഷൻ നൽകാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അവർ ഈ പ്രോജക്റ്റ് പൂർണ്ണമായും ചെയ്ത് അവസാനിപ്പിക്കുകയാണെങ്കിൽ റഷ്യൻ ഡ്രോണുകൾക്ക് അവിടെ ഒരു വലിയ വെല്ലുവിളി തന്നെ ഉണ്ടാകും. കൂടാതെ റഷ്യ ഇത് കൂടുതലായും കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുപോലെയാണ് തോന്നുന്നത്. കാരണം ഈ 2 മിസൈൽ സ്ട്രൈക്കിന് ശേഷം ഈ ഒരു പ്രത്യേക കോൺവേ റൂട്ട് അല്ലെങ്കിൽ ആ ലോജിസ്റ്റിക്സ് റൂട്ടിനെ അടിസ്ഥാനമാക്കി റഷ്യ ഏതൊരു ഏരിയൽ അറ്റാക്കും നടത്തിയിട്ടില്ല. ഇതൊരു റോഡ് നെറ്റ്വർക്ക് ആണ്. ഇവിടെ അത് ഉണ്ടാകും എന്നറിഞ്ഞിട്ടും റഷ്യ എന്തുകൊണ്ട് ഇത്രയും ദിവസം അതിനെ നശിപ്പിക്കാതിരുന്നു എന്നറിയില്ല. അടുത്ത പ്രധാനപ്പെട്ട കാര്യം പോക്രോവസ്കിലേക്ക് വരാം. ഈ ഫോർട്രസ് ബെൽറ്റ് പോക്രോവസ്കിൽ നിന്നാണ് പോകുന്നത്. ഇന്നലെ രാത്രി ഇവിടെ സംഭവിച്ചത് പോക്രോവസ്കിന്റെ വളരെ അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട നഗരം. ഞാനൊരു മാപ്പ് ഇപ്പോൾ കാണിക്കാം. ഈ മാപ്പ് നമ്മൾ റെഡിയാക്കിയതോ ഉക്രൈൻ സൈഡ് റഷ്യൻ സൈഡിൽ നിന്ന് വന്നതോ അല്ല. ഇത് അമേരിക്കയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്റ്റഡി ഓഫ് വാറിൽ നിന്നും ഒഫീഷ്യലായി 28-ാം തീയതി റിലീസ് ചെയ്ത ഡേറ്റയാണ്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ചുവന്ന നിറത്തിലുള്ള ചെറിയ ചെറിയ ഡോട്ട്, ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് റഷ്യയുടെ ആക്റ്റീവ് ഓഫൻസ് അവിടെ ഇല്ല. ഈ റെഡ് ലൈനിൽ മാത്രമാണ് പ്രശ്നം സംഭവിക്കുന്നത്.
പിന്നിലുള്ള പ്രദേശങ്ങളെല്ലാം ലെയർ 2 ഡിഫൻസ് വഴി പൂർണ്ണമായും റഷ്യ ക്യാപ്ചർ ചെയ്ത പ്രദേശങ്ങളാണ്. ഈ യെല്ലോ നിറത്തിലുള്ള പ്രദേശങ്ങൾ, അവിടെ ബാറ്റിൽ സംഭവിക്കുകയാണ്. അവിടെ ഉക്രൈൻ സൈനികരില്ല. അതേസമയം റഷ്യയുടെ സൈന്യം ഈ സെക്കൻഡ് ലെയർ ഓഫ് ഡിഫൻസിൽ നിന്നും മുന്നോട്ടേക്ക് കടന്ന് ആ പ്രദേശങ്ങളെ ടെമ്പററി ഓക്കുപൈ ചെയ്തിരിക്കുകയാണ്. ഇത് ഇവരുടെ ക്ലാരിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാകും, ഈ സിറ്റി ഓഫ് പോക്രോവസ്ക് എന്നത് ഏകദേശം 70% റഷ്യൻ നിയന്ത്രണത്തിലാണുള്ളത്. 70%ഓളം ടെമ്പററി കൺട്രോളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉക്രൈൻ പോക്രോവസ്കിൽ തിരിച്ചടി നേരിട്ടു എന്ന് തന്നെയാണ് അർത്ഥം. ആ നഗരം വിട്ടവർ പിന്നിലേക്ക് പോകാൻ തുടങ്ങി. അതും റഷ്യയുടെ ടാക്ടിക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഏകദേശം 2 സൈഡിലും എൻസർക്കിൾ ചെയ്യുന്നത് പോലെ അവരുടെ ആ ഫോഴ്സ് ട്രൂപ്സിന്റെ എല്ലാ മൂവ്മെന്റ്സ് വി ഷേപ്പിലാണ് വിഭജിച്ചു പോകുന്നത്. അപ്പോൾ ഇവരെ എൻസർക്കിൾ ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുകയാണ്. പോക്രോവസ്ക് എന്നത് പ്രധാനപ്പെട്ട തൊഴിൽശാലകൾ ഒരുപാടുള്ള ഒരു പ്രദേശമാണ്. അവിടെയുള്ള പല ഫാക്ടറീസും ഇപ്പോൾ റഷ്യൻ നിയന്ത്രണത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത് മറ്റാരെങ്കിലും പറഞ്ഞെങ്കിൽ കൂടി നമുക്കത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറയാമായിരുന്നു. ഇത് സംബന്ധിക്കുന്ന ബാറ്റിൽ ഫീൽഡ് അപ്ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ നമുക്ക് പറയാമായിരുന്നു. പക്ഷേ സെലൻസ്കി തന്നെ ഒരു കാര്യം പറഞ്ഞു, 8 റഷ്യൻ സൈനികരുണ്ടെങ്കിൽ അവരെ തടയാൻ ഒരേ ഒരു ഉക്രൈൻ സൈനികൻ മാത്രമേ ഉള്ളൂ. കണക്കനുസരിച്ച് നോക്കിയാൽ ഒരു 800 റഷ്യൻ സൈനികർ ഉണ്ടെങ്കിൽ അവിടെ 100 ഉക്രൈൻ സൈനികർ മാത്രമേ ഉള്ളൂ. ഇതവിടെ എണ്ണത്തിൽ വളരെ വളരെ കുറവാണ്. റഷ്യയുടെ പക്കൽ ഒരു 15 എയർക്രാഫ്റ്റ്സോളം ഉണ്ടെങ്കിൽ ഉക്രൈന്റെ പക്കൽ 2 എയർക്രാഫ്റ്റ്സ് പോലും ഇല്ല. ഇത് കാരണം പോക്രോവസ്കിനെ ഡിഫൻഡ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായി മാറി. എങ്കിലും ഞങ്ങൾ ഇപ്പോഴും ഡിഫൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സാധാരണ സെലൻസ്കി അത്ര പെട്ടെന്ന് അങ്ങനെ സത്യം പറയുന്ന ഒരു വ്യക്തിയല്ല. എന്നിട്ട് കൂടിയും അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എത്രത്തോളം സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകുമെന്നുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ISW റിപ്പോർട്ട് പുറത്തു വന്നു. അതിൽ പോക്രോവസ്കിന്റെ 70%ഓളം റഷ്യ പിടിച്ചെടുത്തു എന്നും പറയുന്നുണ്ട്. ഈ 70%ൽ 15%ഓളം കഴിഞ്ഞ ഒരു ദിവസത്തിൽ മാത്രം 24 മണിക്കൂറിൽ മാത്രം മുന്നേറിയതാണ്. ആ 24 മണിക്കൂറിന് മുൻപായിരുന്നു മോസ്കോയെ നോക്കി സെലൻസ്കി ഡ്രോൺ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു റിപ്ലൈ ആയിട്ട് ഇത് ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല. അത് കണക്ട് ചെയ്യാനും സാധിക്കുന്നില്ല. ഏതോ ഒരു ദിവസം രാത്രി പ്രത്യേക ആ ഒരു 24 മണിക്കൂറിൽ റഷ്യ വളരെ വേഗത്തിൽ അവിടെ മുന്നേറിയിട്ടുണ്ട്. ഇവർ മുന്നേറിയതിന്റെ പ്രധാനപ്പെട്ട കാരണം തൊട്ടടുത്തുള്ള ഒരു നഗരത്തിൽ ഉക്രൈൻ ചെയ്ത ഒരു തെറ്റാണ്. ഈ പോക്രോവസ്കിന്റെ തൊട്ടടുത്തുള്ള ഒരു ഇൻഡസ്ട്രിയൽ ടൗൺ ആണ് മൈറോഹാഡ്. ഈ ഫോർട്രസ് ബെൽറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, അത് ഈ മൈറോഹാഡ് വഴിയാണ് പോകുന്നത്. അവിടെ ഒരു വലിയ ലൂപ്പ് ഹോൾ ക്രിയേറ്റ് ചെയ്തു. സത്യത്തിൽ അത് ഉക്രൈന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിരുന്നു. അവിടെ റഷ്യയുടെ അറ്റാക്ക് ഒന്നും ഇല്ല എന്നവർ കരുതി. കാരണം അവിടെ നിന്നും ഒരു 15 കിലോമീറ്റർ അപ്പുറത്താണ് ഫ്രണ്ട് ലൈൻ ഉള്ളത്. ആ പ്രദേശത്തെ നോക്കി റഷ്യ ഒരിക്കലും വരില്ല, റഷ്യ ഇങ്ങോട്ടേക്ക് മുന്നേറി വരില്ല എന്ന് ഉക്രൈൻ തെറ്റായൊരു കണക്കുകൂട്ടൽ നടത്തി. ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞ 24 മണിക്കൂർ പോക്രോവസ്കിൽ മുന്നേറി എന്ന് പറഞ്ഞല്ലോ, അതിനു മുൻപ് റഷ്യ ബാറ്റിൽ മാപ്പിനെ പൂർണ്ണമായും ഓൾട്ടർ ചെയ്തു. ഫ്രണ്ട് ലൈനിൽ നിന്നും 15 കിലോമീറ്റർ പിന്നിലുള്ള പ്രദേശങ്ങളിൽ റഷ്യയുടെ ടാക്ടിക്കൽ ഗ്രൂപ്പ്സ് അകത്തേക്ക് കടന്ന് ആ ടൗണിനെ സ്ട്രോങ് ചെയ്തിട്ടുണ്ട്. സെലൻസ്കി തന്നെ പറയുന്നുണ്ട്, ഡ്രോൺ ഫുട്ടേജിലൂടെ അവിടെ 200ഓളം റഷ്യൻ സൈനികർ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് കാണുന്നുണ്ടെന്ന്. ആ ടൗൺസിൽ 200 റഷ്യൻ സൈനികരെ ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഇത്രയേറെ റഷ്യൻ സൈനികർ അവിടെ ഉണ്ടെന്ന ഡാറ്റ ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പോൾ പ്രതീക്ഷിക്കാത്ത ഈ റിസോൾട്ടിനെ കൈകാര്യം ചെയ്യാനായി പോക്രോവസ്ക് ബാറ്റിൽ ചില കോംപ്രമൈസസ് അവർ ചെയ്തു. നമ്മൾ പോക്രോവസ്കിൽ സ്ട്രോങ് ആണല്ലോ, ഇവിടെ അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ചിന്തയിൽ പോക്രോവസ്കിൽ ഉണ്ടായിരുന്ന ചില ഉക്രൈൻ സൈനികരെ മൈറോഹാഡ് ഡിഫൻസിന് വേണ്ടി അയച്ചിട്ടുണ്ട്. കാരണം അവിടെയാണ് കോൺസ്റ്റന്റീൻക പ്രദേശമുള്ളത്. അപ്പോ മൈറോഹാഡ് നമ്മൾ ലൂസ് ചെയ്യുകയാണെങ്കിൽ മുകളിലുള്ള ഈ കോൺസ്റ്റന്റീൻക അവർ വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യും. ഈ 2 സ്ട്രാറ്റജിക്കൽ ടൗൺസും നമുക്ക് നഷ്ടപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വരും എന്ന് കരുതി ഇവരുടെ ഡിഫൻസിനെ ഒന്ന് മാറ്റി, ഒന്ന് സ്വാപ്പ് ചെയ്തു. അതായത് വളരെ ക്ലിയർ ആയി പറയാം, പോക്രോവസ്കിന് നേരെ മുകളിലായിട്ടാണ് മൈറോഹാഡ്, മൈറോഹാഡിന് മുകളിൽ കോൺസ്റ്റന്റീൻക. ഇങ്ങനെ 3ഉം അപ്വേർഡിലുള്ള പ്രദേശമാണ്. ഇപ്പൊ പോക്രോവസ്കിൽ പ്രശ്നം വന്നപ്പോൾ ഉക്രൈൻ അത് ഡിഫെൻഡ് ചെയ്തു. എന്നാൽ തൊട്ടടുത്തുള്ള മൈറോഹാഡിലേക്ക് ഈ യുദ്ധം വ്യാപിച്ചപ്പോൾ അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ റഷ്യൻ സൈനികർ നേരെ ചെല്ലുന്നത് കോൺസ്റ്റന്റീൻകയിലായിരിക്കും. അതായിരിക്കും റഷ്യ പിടിച്ചെടുക്കുക. അങ്ങനെ കരുതിയ ഉക്രൈൻ പോക്രോവസ്കിലുള്ള സൈനികരെ എല്ലാം തന്നെ മൈറോഹാഡിലേക്ക് മൂവ് ചെയ്തു. ആ സമയത്ത് പോക്രോവസ്കിലെ 70% പ്രദേശം റഷ്യ ഓക്കുപൈ ചെയ്തു. ലളിതമായി പറയണമെങ്കിൽ ഇതാണ് ഒറ്റ രാത്രിയിൽ സംഭവിച്ചത്. ഇപ്പോൾ ഇവിടെ വന്ന ഈ ഒരു നഷ്ടം ഉക്രൈൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു നോക്കാത്ത ഒരു നഷ്ടമായിരുന്നു. കാരണം ഡോൺബോസിലേക്ക് വരുന്ന ക്രിട്ടിക്കൽ ലൈൻസ് എല്ലാം അവിടെ കട്ടാകും. ഡോൺബോസ് കട്ടാവുക മാത്രമല്ല, സാബ്രോസീഷ്യയിൽ നടക്കുന്ന യുദ്ധം അല്ലെങ്കിൽ അതിന് മുകളിൽ നടക്കുന്ന യുദ്ധം, ഡോൺബോസ് കഴിഞ്ഞ് കാർഖീവിൽ നടക്കുന്ന യുദ്ധം,
ഈ മുഴുവൻ ഈസ്റ്റേൺ ഫ്രണ്ടിന്റെ എല്ലാ ആക്സസും ഉക്രൈനോട് കട്ടാകും. അപ്പോൾ സെലൻസ്കി തന്നെ ഒരു കാര്യം സമ്മതിച്ചു, അമേരിക്കയുടെ ഇന്റൽ ഇൻപുട്ട് വന്നിട്ടുണ്ട്, ISW റിപ്പോർട്ട് വന്നു എന്നുണ്ടെങ്കിൽ ആ വിഷയം ഉക്രൈൻ അവിടെ അനുകൂലം അല്ല. പല ദിവസങ്ങൾക്ക് ശേഷം ചെസിവിയാർ, ബാക്മത്ത് ഇങ്ങനെ ഈ പ്രദേശങ്ങളെല്ലാം പിടിച്ചെടുത്തതിന് ശേഷം അവസാനം പോക്രോവസ്ക് റഷ്യൻ നിയന്ത്രണത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത് എത്ര ദിവസം ഇനി ഉക്രൈനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമെന്നറിയില്ല. കാരണം അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ ഇനി ചെറുതാണ്, 3 ഭാഗവും അവർ ചുറ്റി വളഞ്ഞിട്ടുണ്ട്. ഇനി എത്ര ദിവസത്തേക്ക് ഉക്രൈൻ ഇത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയും എന്നറിയില്ല. മറുവശത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, റഷ്യ ഏതാണ്ട് 15 മില്യൺ 1.5 മില്യൺ സോൾജേഴ്സിനെ ആക്റ്റീവാക്കി നിർത്തിയിട്ടുണ്ട്. ഏകദേശം 2 മില്യണോളം 20 ലക്ഷത്തോളം സൈനികരെ റിസർവിലും നിർത്തിയിട്ടുണ്ട്. 2023 റഷ്യ കൊണ്ടുവന്നൊരു നിയമം, അവർ പറഞ്ഞത് 1.5 മുതൽ 1.8 മില്യണോളം ഞങ്ങൾ വീണ്ടും ഇൻക്രീസ് ചെയ്യുമെന്ന്. എക്സ്ട്രാ ഒരു 3 ലക്ഷം സൈനികരെ ആക്റ്റീവ് ഫ്ലീറ്റിൽ ഞങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്നു എന്നവർ പറഞ്ഞിരുന്നു. അങ്ങനെ ആഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ആ 3 ലക്ഷം സൈനികരെ ഉക്രൈനുള്ളിലേക്ക് യുദ്ധം ചെയ്യാൻ അയക്കാൻ പോകുന്നതായി ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇത് റഷ്യയിലുള്ള ഒരുപാട് മാധ്യമങ്ങൾ, ക്രെംലിനുമായി ക്ലോസ് ആയിട്ടുള്ള പല മാധ്യമങ്ങളും ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കാര്യമാണ് ഇവിടെ വ്യക്തമായി കാണിക്കുന്നത്. ഇതിനകം തന്നെ സെലൻസ്കി പറഞ്ഞിരുന്നു, ഈ വർഷത്തോടു കൂടി ഒന്നും ഈ യുദ്ധം അവസാനിക്കില്ല എന്ന്. നിങ്ങൾ ഞങ്ങൾക്ക് വെപ്പൺസ് നൽകുക, എന്തായാലും ഈ യുദ്ധം ഈ വർഷത്തോടു കൂടി ഒന്നും അവസാനിക്കില്ല, സമാധാന ചർച്ചയൊന്നും നടക്കാൻ പോകുന്നില്ല, റഷ്യക്കെതിരെയുള്ള ഞങ്ങളുടെ ഡിഫൻസ് ഞങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്, റഷ്യക്കെതിരെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ആയുധങ്ങൾ നൽകണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു യൂറോപ്യൻ യൂണിയനോട്. അപ്പോൾ ബാക്കിയുള്ള ഈ 60 ദിവസം, പ്രാക്ടിക്കലി നോക്കിയാൽ 60 ദിവസമുണ്ട്, നവംബർ ഡിസംബർ, ഈ 2 മാസവും മഞ്ഞുകാലമായിരിക്കും. പുതിയ പ്രദേശം, അത് ഒരു മലപ്രദേശമാണ്, അവിടെ നിന്നും താഴോട്ട് സ്ലോപോട്ട്സ് ആണ്, മാത്രമല്ല ചെളികൾ നിറഞ്ഞ പ്രദേശമാണ്. അവിടെ നിങ്ങളുടെ കോൺവോയ് മൂവ് ചെയ്യുക എന്നത് അത് റോഡിലൂടെ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതും ചെറുതായി ഒന്ന് മഞ്ഞ് വീഴാൻ തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് താഴേക്ക് ഇറങ്ങി കൂടുതലായി ഒന്നും അവിടെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ആരാണോ ടോപ്പിലുള്ളത് അവർക്കായിരിക്കും സ്ട്രാറ്റജിക്കൽ അഡ്വാൻസ്മെന്റ് ലഭിക്കുക. ഇപ്പോൾ ഈ 2 മാസത്തിൽ ഉക്രൈൻ ചിന്തിച്ചാൽ പോലും പ്രോപ്പറായി മുന്നേറ്റം നൽകാൻ കഴിയില്ല. റഷ്യ ചിന്തിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഈ ട്രൂപ്സ് അഡ്വാൻസ്മെന്റ് ഉപയോഗിച്ച് ഈ ഡോൺബോസിനെ പിടിച്ചെടുക്കുക മാത്രം അല്ല, അതും കടന്ന് അടുത്ത പ്രവശ്യയിലേക്കും അവർക്ക് കടക്കാൻ കഴിയും. ഇതിനകം സാബ്രോസേഷ്യയിൽ നിന്നും നിപ്രോവോസ്കിലേക്ക് കയറി. ഇന്നത്തെ കണക്കനുസരിച്ച് നോക്കിയാൽ ഏകദേശം 18 ഗ്രാമങ്ങളോളം റഷ്യൻ നിയന്ത്രണത്തിൽ, പൂർണ്ണ നിയന്ത്രണത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 ലക്ഷം സൈനികർ അകത്തേക്ക് കയറുകയാണെങ്കിൽ വീണ്ടും ഉക്രൈൻ അവിടെ പ്രശ്നം ഉണ്ടാകും. അതേസമയം ഈ 3 ലക്ഷം സൈനികരെ ഉടൻ തന്നെ അകത്തേക്ക് അയക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ റഷ്യക്ക് എത്രത്തോളം സൈനികരുടെ നഷ്ടം സംഭവിച്ചു എന്നുള്ളതും നമ്മൾ ഓർക്കണം. 2 പേർക്കും നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബാറ്റിൽ ഓഫ് പോക്രോവസ്ക് ഏകദേശം റഷ്യൻ സൈഡ് ഫേവറായി മാറിയിട്ടുണ്ട്. അത് സെലൻസ്കി ഓപ്പണായി പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പരാജയപ്പെട്ടു എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഇൻഡയറക്റ്റായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മോസ്കോയിൽ ചെയ്ത ഡ്രോൺ അറ്റാക്കിന് ഒരു റിവഞ്ചായി നമുക്കിതിനെ കാണാൻ കഴിയില്ല. കാരണം അതും ഇതും സ്ട്രാറ്റജിക്കലി കണക്ഷൻ ഇല്ലാത്ത സംഭവമാണ്. ആ ഒരു ഇൻസിഡന്റിന് അവർ റിയാക്ട് ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപാട് ഇടങ്ങളിൽ റിയാക്ട് ചെയ്യേണ്ട ആവശ്യകത വന്നിട്ടുണ്ടാകും. പക്ഷെ ഇത് ഏറെ ദിവസമായി പദ്ധതിയിട്ട് എക്സിക്യൂട്ട് ചെയ്തതാണ്. ഇവരുടെ സ്ട്രാറ്റജിയും അത് തന്നെയാണ് കാണിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.